ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട് കാണിക്കുന്നില്ല, വീടിന് ചുറ്റുമുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. പാലം, ആ ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ പാലം വന്നിട്ട് വീട്ടിലോട്ട് നടന്നു പോകുന്നതാണ്. ഇതുവഴിയാണ് നടന്നു വരുന്നത്. ഇനി വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ, ഇനി എന്നാണെന്ന് അറിഞ്ഞുകൂടെ ഈ സ്ഥലമൊക്കെ ഓരോ മനുഷ്യർ വന്ന് വാങ്ങിച്ചിട്ട് ഫ്ലാറ്റും ഓരോ ബിൽഡിങ്ങും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വന്ന് ഈ ഇതും കൂടെ നശിപ്പിക്കാതിരിക്കണത്. കാരണം ഇതേപോലെ സ്ഥലമൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ, എന്നെ സംബന്ധിച്ച്. കാരണം ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നല്ല തണുപ്പും, പിന്നെ വീടരികത്തൊരു തോട്, ഇതേപോലെ മീൻ പിടിക്കാതിരിക്കുന്ന ഓരോരോ കുഞ്ഞു കുട്ടികൾ, അടുത്ത അമ്പലമുണ്ട് കേട്ടോ, അതാണ് കൂടുതൽ ഹൈലൈറ്റ്. കാരണം രാവിലെ തന്നെ പ്രഭാതത്തിന് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കോവിലിൽ മണി അടിക്കുന്നതും പാട്ട് കേൾക്കുന്നത്, ഭക്തിഗാനങ്ങൾ കേൾക്കുന്നതുണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഇത് പിന്നെ വീട്ടിലുള്ള കോഴികൾ, വീട്ടിൽ പിന്നെ പശു, കോഴി, കിളി, ആട്, പട്ടി എന്നിങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജീവിച്ച് നോക്കണം, നല്ല ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതാണ് ഈ മനുഷ്യർ എല്ലാം നശിപ്പിച്ച് കളയുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ചേട്ടൻ്റെ സ്ഥലം വന്നിട്ട് സിറ്റിയിലാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് വന്നതാണ്. കാരണം എനിക്ക് മോക്കും അവിടെ കഴിയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഭയങ്കര ചൂടാണ്, അത്രത്തോളം ചൂടാണ് അവിടെ. കിടക്കാനും പറ്റത്തില്ല. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റാണ് വെള്ളം കോരി ദേഹത്ത് ഒഴിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞാണ് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞത്. വീട്ടിൽ വന്നപ്പോൾ നല്ല തണുപ്പും, സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാം, രാവിലെ അതേപോലെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്, നല്ല അടുപ്പിലുണ്ടാക്കിയ ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുട്ടികളോ, ചേച്ചിയുടെ മക്കൾ, ചേട്ടൻ്റെ മക്കളൊക്കെ അവരോടൊപ്പം വീട്ടിൽ ഇരുന്ന് ഫോൺ എപ്പോഴും കാണാതെ ഗെയിം കളിക്കാം. വേറെ ബോർഡിലൊക്കെ ഉള്ള നമ്മുടെ പണ്ടത്തെ ഗെയിമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അത് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.